ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ഡെസേർട്ട് റോസ് അല്ലെങ്കിൽ മരുഭൂമിയിലെ റോസാ പുഷ്പം എന്നൊക്കെ പറയാറുള്ള അഡീനിയം പ്ലാന്റിൻ്റെ കെയറിങ്ങിനെ പറ്റി പറയാൻ വേണ്ടിയിട്ടാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിലൊക്കെ വളർത്തിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റാണ് അഡീനിയം പ്ലാന്റ്. നമുക്ക് ഓൺലൈനായിട്ട് പ്ലാന്റ്സ് ഇതുപോലുള്ള പ്ലാന്റ്സ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി. അതല്ലാതെ നമുക്ക് ഒത്തിരി കോംബോ ഓഫർ കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. കോംബോ ഓഫറും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് ഒന്ന് വാട്സപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ അഡീനിയം പ്ലാന്റിൻ്റെ കെയറിങ്ങിലേക്ക് പോകാം. മരുഭൂമിയിലെ റോസാ പുഷ്പം അല്ലെങ്കിൽ ഡെസേർട്ട് റോസ് ഒക്കെ എന്നറിയപ്പെടാറുള്ള വളരെ ഭംഗിയുള്ള ഒരു പ്ലാന്റാണ് നമ്മുടെ അഡീനിയം പ്ലാന്റ്. അപ്പോൾ ഈ ഒരു പ്ലാന്റ് കണ്ടിട്ടുള്ളവർക്ക് അറിയായിരിക്കും അതിൻ്റെ ഭംഗി എന്ന് പറഞ്ഞാൽ. നല്ല ഭംഗിയുള്ള പൂക്കളാണ്. അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും വീഡിയോയിൽ. അപ്പോൾ ഇതിൻ്റെ ലെയർഡ് ആയിട്ടുള്ള പൂക്കൾ ഉള്ള പ്ലാന്റും അതല്ലാതെ സിംഗിൾ ലെയർ ആയിട്ടുള്ള പൂക്കളുള്ള പ്ലാന്റുകളും അവൈലബിൾ ആണ് നഴ്സറികളിലൊക്കെ. അപ്പോൾ നമുക്കിപ്പോൾ സെയിലിന് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. അപ്പോൾ അത് വേണ്ടവർ ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈ ഒരു പ്ലാന്റിൻ്റെ കെയറിങ്ങും അതിൻ്റെ പോട്ടിങ്ങും കാര്യങ്ങളെ പറ്റിയൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കിവിടെ റിപ്പോർട്ട് ചെയ്യാനായിട്ട് 2 പ്ലാന്റ്സ് ഇപ്പം ഉണ്ട്. ഒരു പ്ലാന്റ് നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തതായിരുന്നു. അത് അത്യാവശ്യം വലുതായി കുറച്ച് ആ ഒരു പോട്ടിൽ കൊള്ളാതെ വന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി വലിയൊരു പോട്ടിലേക്ക് മാറ്റി കൊടുക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ നേരത്തെ ഞാൻ കാണിച്ച പ്ലാന്റ് കൂടി നമുക്ക് റിപ്പോർട്ട് ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ രണ്ട് വെറൈറ്റിയാണ്. കളർ ഏകദേശം സെയിം ആണെങ്കിലും രണ്ടും ഒന്ന് ലെയർ ആയിട്ടുള്ള പ്ലാന്റും ഒന്ന് ലെയർ ഇല്ലാത്ത സിംഗിൾ ലെയർ ആയിട്ടുള്ള പ്ലാന്റും ആണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു പോട്ട് മിക്സ് ഇതിന് തയ്യാറാക്കാനുള്ള പോട്ട് മിക്സ് നമുക്ക് നോക്കാം. അപ്പം ആദ്യമായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ള ചകിരിയാണ് കേട്ടോ. ചകിരി ചോറുണ്ടെങ്കിൽ അതെടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ള ചകിരി നന്നായിട്ട് വെള്ളത്തിലൊക്കെ നനച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് കൗടങ്ങാണ്, നമ്മുടെ ചാണകപ്പൊടി, സാധാരണ ചാണകപ്പൊടി. പിന്നെ മണൽ നമ്മൾ എടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ മണ്ണും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം മണൽ നമുക്ക് കുറച്ചധികം അളവിൽ വേണം, മണ്ണ് കുറച്ച് കുറഞ്ഞ അളവിൽ മതി. മണൽ കിട്ടാത്തവർ ഇതുപോലുള്ള ചരൽ മണ്ണ് ഉപയോഗിച്ചാലും കുഴപ്പമില്ല കേട്ടോ. അതായത് നമ്മുടെ പ്ലാന്റിന് നന്നായിട്ട് വെള്ളം വാർന്നു പോകുന്ന രീതിയിലുള്ളൊരു പോട്ട് മിക്സാണ് നമ്മൾ തയ്യാറാക്കേണ്ടത്. അതായത് ഡെസേർട്ട് റോസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം മരുഭൂമിയിലെ ആ ഒരു കണ്ടീഷൻസ് ഒക്കെയാണ് ഈ ഒരു പ്ലാന്റിന് വേണ്ടത്. അപ്പോൾ ഒത്തിരി വെയിലുള്ള സ്ഥലത്ത് വെക്കുക, അതുപോലെ ഒത്തിരി വെള്ളം നനച്ചു കൊടുക്കാതിരിക്കുക, ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ നമുക്ക് പോട്ട് മിക്സ് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പ്രത്യേകത നമ്മൾ വലിയതായിട്ട് കെയർ ചെയ്തില്ലെങ്കിലും വളരെ ഭംഗിയായിട്ട് ഇതിൽ പൂക്കൾ ഉണ്ടാവുന്നതാണ്. അതായത് ഒട്ടും കെയർ ചെയ്യേണ്ടെന്നല്ല, നമ്മൾ നട്ട് കഴിഞ്ഞതിന് ശേഷം കുറച്ച് കാലത്തേക്ക് നമ്മൾ കുറച്ചൊന്ന് ശ്രദ്ധിച്ചാൽ, പിന്നെ നമ്മളത് ശ്രദ്ധിക്കാതിരുന്നാലും, അതായത് നമ്മളൊരു 2-3 ദിവസം വെള്ളം ഒഴിക്കാണ്ടിരുന്നാലും ഈ ഒരു പ്ലാന്റിന് ഒരു കേടുപാട് സംഭവിക്കില്ല. വളരെ ഭംഗിയായിട്ട് ഇതിൽ പൂക്കളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ഫ്ലവറിങ് സമയം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു വേനൽക്കാലമാണ്. നമുക്കറിയാം നന്നായിട്ട് വെയിൽ കിട്ടുന്ന സ്ഥലത്ത് ഈ ഒരു പ്ലാന്റ് വെക്കുക, എങ്കിൽ മാത്രമേ ഇതിൽ നിറയെ പൂക്കളൊക്കെ ഉണ്ടാവുകയുള്ളൂ കേട്ടോ. അങ്ങനെയാണെങ്കിൽ നല്ല രീതിയിൽ ഇതിൽ പൂക്കളൊക്കെ ഉണ്ടാവും. അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പ്രൂണിങ് എന്ന് പറഞ്ഞാൽ. പ്രൂണിങ്ങും ഈ പ്ലാന്റിന് വളരെ കമ്പൽസറി ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ ഈ അഡീനിയം പ്ലാന്റിൻ്റെ നാടൻ വെറൈറ്റീസും അതുപോലെ ഹൈബ്രിഡ് വെറൈറ്റീസും നമുക്ക് നഴ്സറികളിൽ നിന്ന് കിട്ടും. അപ്പോൾ ഹൈബ്രിഡ് വെറൈറ്റീസ് ആകുമ്പോൾ നമ്മൾ കുറച്ചുകൂടി ഒന്ന് കെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ഇത് വളർത്താൻ പറ്റും. അപ്പോൾ നമ്മൾ നാടൻ വെറൈറ്റിക്ക് കൊടുക്കുന്നതിനേക്കാളും കുറച്ചുകൂടി കെയറിങ് നമ്മൾ ഹൈബ്രിഡ് സാധനങ്ങൾ കൊടുക്കണം. എന്നും നമ്മൾ ശ്രദ്ധിക്കണം. വെള്ളം നനവ് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. ഒത്തിരി നനവൊന്നും വേണ്ട കേട്ടോ. ഇതിൽ വല്ലപ്പോഴൊക്കെ ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാവും. അപ്പോൾ നമ്മുടെ പോട്ട് മിക്സ് നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എല്ലുപൊടി ഒക്കെ ചേർത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ഇതിൽ പൂക്കൾ ഉണ്ടാവുന്നതാണ് കേട്ടോ. ഞാനിത് ഇവിടെ ചേർത്തിട്ടില്ല. അപ്പോൾ നമ്മൾ വലിയൊരു പോട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ പോട്ട് അടിവശം വലുതാവുന്നതിനനുസരിച്ച് പോട്ട് മാറ്റിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും അടിയിൽ ഞാൻ കുറച്ച് കടലാസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വേരുകൾക്കൊക്കെ വരുന്ന കീടബാധ തടയാനായിട്ട് അത് ഒത്തിരി സഹായിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കടലാസൊക്കെ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. വളരെ നല്ലൊരു മെത്തേഡാണ്. പ്രത്യേകിച്ച് നമ്മുടെ അഡീനിയത്തിന് ഒരുപാട് വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ വേര് ചീഞ്ഞ് പോയിട്ട് ഈ പ്ലാന്റ് ഉറപ്പായിട്ട് നശിച്ചു പോകും. അതുകൊണ്ട് മഴക്കാലത്ത് നമ്മൾ വെള്ളമൊന്നും വീഴാത്ത നല്ലൊരു സ്ഥലത്തേക്ക് എടുത്ത് മാറ്റി വെക്കണം കേട്ടോ. അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വേനൽക്കാലം ആകുമ്പോഴത്തേക്കും നമ്മുടെ പ്ലാന്റ് നശിച്ചു പോകുന്നതായിട്ട് കാണാം. അപ്പോൾ ആ കാര്യം ഒന്ന് എല്ലാവരും ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് മഴക്കാലം ഒരു ഒക്ടോബർ നവംബർ ആ ഒരു സമയത്തൊക്കെ നമുക്കിത് പ്രൂൺ ചെയ്യാവുന്നതാണ് കേട്ടോ. മഴക്കാലത്തല്ല, അല്ലാത്ത ഒരു സ്പ്രിംഗ് സീസൺ, ഒരു വിൻ്റർ സീസണിൽ നമുക്കിത് പ്രൂൺ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സമ്മർ സീസൺ ആകുമ്പോഴത്തേക്കും നല്ല രീതിയിൽ ഇതിലെ ബ്രാഞ്ചസ് വന്നിട്ട് പുതിയ മുട്ടുകളും പൂക്കളൊക്കെ നിറയെ ഉണ്ടാവുന്നതാണ് കേട്ടോ. പ്രൂൺ ചെയ്തതിന് ശേഷം നമുക്ക് സാഫ് അങ്ങനെയുള്ള ഫംഗിസൈഡ് എന്തെങ്കിലും നമ്മുടെ പ്രൂൺ ചെയ്തതിന് മുകളിൽ ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും. ജസ്റ്റ് ഒന്ന് തേച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ
ഫംഗസ് ബാധിക്കുന്നത് നമുക്കൊരു വിധത്തിൽ തടയാൻ പറ്റും കേട്ടോ. അപ്പം ഞാൻ നമ്മുടെ പോട്ടിലുള്ളത് മെല്ലെ ഇളക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഇതിൻ്റെ അടിഭാഗം നിങ്ങൾക്ക് കാണായിരിക്കും. ഇപ്പോൾ ഇത് ചെറുതാണ്, നമ്മളിത് പോട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് കാലം കഴിയുമ്പോൾ ഇതിങ്ങനെ വലുതായി വരും. അതിനനുസരിച്ച് നമ്മൾ വലിയ പോട്ടിലേക്ക് മാറ്റി നടണം. പെട്ടെന്ന് തന്നെ നമ്മൾ ഈ ഒരു പ്ലാന്റിനെ, ഈ ഒരു കുട്ടി പ്ലാന്റിനെ തന്നെ നമ്മൾ വലിയൊരു പോട്ടിലേക്ക് നടേണ്ട ആവശ്യമില്ല. അതിന് ആ ഒരു കണ്ട ഭാഗം വലുതാവുന്നതിനനുസരിച്ച് നമുക്ക് പോട്ട് മാറ്റി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യങ്ങളാണ് ഈ ഒരു അഡീനിയം പ്ലാന്റിനൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പ്രൂണിങ്ങും കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ നമ്മൾ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് തന്നെ നമ്മൾ വെയിലത്തേക്ക് മാറ്റി വെക്കരുത്. നമ്മൾ ഒരു 10-15 ദിവസം നല്ല തണലുള്ള സ്ഥലത്തേക്ക് വെക്കുക. പെട്ടെന്ന് വെയിലത്തേക്ക് വെക്കുമ്പോൾ ആ ഒരു പ്ലാന്റിന് അത് നശിച്ചു പോകാനുള്ളൊരു കാരണമാവും. അപ്പം നമ്മുടെ വേര് നന്നായിട്ടൊന്ന് പിടിച്ച് ഒന്ന് സെറ്റായതിന് ശേഷം ഒരു 10-15 ദിവസത്തിന് ശേഷം മാത്രം നമ്മൾ നല്ല വെയിലത്തേക്ക് ഒരു പ്ലാന്റ് വെച്ചാൽ മതിയാവും കേട്ടോ. അപ്പോൾ നമ്മുടെ പ്ലാന്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള പോട്ടി മിക്സ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പം ഞാൻ നേരത്തെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞൊരു പ്ലാന്റ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ അടിഭാഗം കണ്ടില്ലേ, നല്ല ഇതിൻ്റെ ആ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ വലിയതായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പം നമ്മൾ പോട്ട് ചെയ്തതിനേക്കാളും ഒത്തിരി വലുപ്പത്തിൽ ഇതിൻ്റെ അടിഭാഗം നിൽക്കുന്നുണ്ട്, കണ്ടില്ലേ. അപ്പോൾ ഇത് വലുതാവുന്നതിനനുസരിച്ച് നമ്മൾ പോട്ട് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കണം കേട്ടോ. ആ ഒരു പണി മാത്രമേ നമുക്ക് ഈ ഒരു അഡീനിയം പ്ലാന്റിന് ഒരു കുറച്ച് ബുദ്ധിമുട്ടായിട്ട് വരുന്നുള്ളൂ. ബാക്കിയെല്ലാം വളരെ സിമ്പിളാണ്. നമ്മുടെ എപ്പോഴും ചെടിയൊക്കെ നട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നനയ്ക്കുന്ന കാര്യമാണ്. അപ്പോൾ ഈ ഒരു പ്ലാന്റിന് ആ ഒരു പ്രശ്നമില്ല. ഒത്തിരി നനയ്ക്കേണ്ട ആവശ്യമില്ല. ആഴ്ചയിലൊക്കെ ഒരു പ്രാവശ്യം നനച്ചാലും വളരെ നന്നായിട്ട് ഇതുണ്ടാവും. പോട്ടി മിക്സിൽ കൂടുതലായിട്ട് മണലിന് പകരം മണ്ണ് ആഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. മണ്ണ് വളരെ കുറച്ച് അളവിൽ മാത്രം ആഡ് ചെയ്താൽ മതിയാവും. അപ്പം മണൽ കൂടുതലായിട്ട് ആഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പം നമ്മൾ ഇത് പോട്ട് ചെയ്തതുകൊണ്ട് നന്നായിട്ടൊന്ന് റിപ്പോർട്ട് ചെയ്തുകൊണ്ട് നന്നായിട്ടൊന്ന് നനച്ചു കൊടുക്കുന്നുണ്ട്. അല്ലാത്ത സമയത്ത് ഇങ്ങനെ നനയ്ക്കരുത് കേട്ടോ. ഒരുപാട് വെള്ളം വീണിട്ടുണ്ടെങ്കിൽ പ്ലാന്റ് നാശമായി പോകും. നമ്മളിത് റിപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ നന്നായിട്ട് നനച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ വളരെ സൂപ്പറായിട്ട് ഉണ്ടാകുന്ന ഒരു പ്ലാന്റാണ് ഈ ഒരു അഡീനിയം എന്ന് പറഞ്ഞാൽ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഈ ഒരു പ്ലാന്റിൻ്റെ ഒരുപാട് നിറങ്ങളും ലെയറും ഒക്കെ വ്യത്യാസമുള്ള ഒരുപാട് പ്ലാന്റ്സ് ഒക്കെ നമുക്ക് നഴ്സറികളിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഈ കാണിച്ച കളേഴ്സൊക്കെ നമുക്കിപ്പം ഓൺലൈനായിട്ട് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി. ഇതല്ലാതെ നമുക്ക് കോംബോ ഓഫറും കാര്യങ്ങളൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് പ്ലാന്റ്സ് വേണമെന്നുണ്ടെങ്കിൽ, വാങ്ങിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ നമ്പറിലേക്ക് ഒന്ന് വാട്സപ്പ് ചെയ്യാം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. നമ്മുടെ അഡീനിയം പ്ലാന്റ് ഈ രീതിയിലൊക്കെ ഒന്ന് കെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ ഭംഗിയായിട്ട് പൂക്കളൊക്കെ നിറയെ ഉണ്ടാവുന്നതായിട്ട് കാണാം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.